ഹായ് ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗ്ലാസിനെ കുറിച്ചാണ്. ഗ്ലാസ് എന്താണ്? ഒരു ഹാർഡ് ബ്രിട്ടിൽ ഒരു ട്രാൻസ്പാരന്റ് മെറ്റീരിയലാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് 30 to 60 Newton/mm², അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് 700 to 1000 Newton/mm² ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഗ്ലാസിനെ കുറച്ച് മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. ആദ്യം എന്നുള്ളത് സിലിക്ക. സിലിക്ക കോട്സിന്റെയോ ക്രഷ്ഡ് സാൻഡ്സ്റ്റോൺസിന്റെ ഫോമിലായിരിക്കും നമ്മൾ സിലിക്ക എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണ്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണുള്ളത്. അറൌണ്ട് 1710 °C ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ മാനുഫാക്ചറിംഗ് പ്രോസസ് ഗ്ലാസിന്റെ ഫ്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 1000°C ഉള്ളൂ. സോ സിലിക്കയുടെ ഈ ഒരു ടെമ്പറേച്ചർ ലോവർ ചെയ്യാനായിട്ട് നമ്മൾ പൊട്ടാഷ്യത്തിന്റെയോ സോഡിയത്തിന്റെയോ കാർബണേറ്റ്സ് ഓഫ് സോഡിയം ഓർ പൊട്ടാഷ്യം എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂഷൻ ടെമ്പറേച്ചർ 800°C ലോവർ ചെയ്യാൻ പറ്റും. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലൈം നമ്മൾ ലൈം സ്റ്റോണിന്റെയോ ചോക്കിന്റെയോ പ്യുവർ മാർബിൾസിന്റെയോ ഫോമിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ഗ്ലാസിന് ഫ്ലൂയിഡിറ്റിയും ഡ്യൂറബിലിറ്റിയും ടഫ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത ഇൻഗ്രീഡിയന്റ് സോഡ എന്ന് പറയുന്നത് ഗ്ലാസിന്റെ ഫ്യൂഷൻ പ്രോസസ്സിൽ ഒരു ആക്സിലറേറ്റർ ആക്ട് ചെയ്യുന്നു. ആക്ട് ആസ് ആൻ ആക്സിലറേറ്റർ ഫോർ ദ ഫ്യൂഷൻ ഓഫ് ഗ്ലാസ്. അടുത്തത് പൊട്ടാഷ് എന്ന് പറയുമ്പോൾ ഗ്ലാസിനെ ഫയർ റെസിസ്റ്റന്റ് ആക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് പൊട്ടാഷ്. അടുത്തത് ലെഡ് ഓക്സൈഡ്. ഇറ്റ് ഇമ്പാർട്സ് കളർ, ബ്രൈറ്റ്നസ് ആൻഡ് ഷൈനസ് ടു ഗ്ലാസിന് കളറും ബ്രൈറ്റ്നസും ഷൈനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്, ലെഡ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, മെൽറ്റിംഗ് പോയിന്റ് ലോവർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലെഡ് ഓക്സൈഡ്. ഗ്ലാസിന് വർക്കബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലെഡ് ഓക്സൈഡ്. അടുത്തത് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ബ്രോക്കൺ ഗ്ലാസസിനെയാണ് നമ്മൾ കളേഴ്സ് എന്ന് പറയുക. ഗ്ലാസിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിംഗ് സമയത്ത് എന്തുണ്ടാവും, ഫ്യൂഷൻ സമയത്ത് വോളറ്റൈസേഷൻ നടക്കുമ്പോഴത്തേക്കും ആൽക്കലി ലോസ് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്ലക്സ് ആണ് കളേഴ്സ്. ഗ്ലാസിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിംഗ് സമയത്ത് ഉണ്ടാവുന്ന വോളറ്റൈസേഷൻ കാരണം ആൽക്കലി ലോസ് ഉണ്ടാവുന്നതിനെ തടയുന്ന ഒരു ഫ്ലക്സ് ആണ് കളേഴ്സ്. എന്ത് ചെയ്യും, ഇത് ഫ്യൂഷൻ ടെമ്പറേച്ചർ ലോവർ ചെയ്യാൻ കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഗ്ലാസിനെ എന്ത് ചെയ്യും, കെമിക്കൽ അറ്റാക്കിൽ നിന്നും റെസിസ്റ്റന്റ് ആക്കാനും കളേഴ്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗ്ലാസിനെ കെമിക്കൽ അറ്റാക്കിൽ നിന്നും റെസിസ്റ്റന്റ് ആക്കും കളേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് അയൺ എന്ന് പറയുന്നത് ഒരു നോൺ ഡിസൈറബിൾ ആയിട്ടുള്ള കോൺസ്റ്റന്റ്. ഗ്ലാസിലെ ഒരു നോൺ ഡിസൈറബിൾ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് എന്ത്, അയൺ എന്ന് പറയുന്നത്. വിച്ച് ഇമ്പാർട്സ് ബോട്ടിൽ ഗ്രീൻ കളർ ടു ഗ്ലാസിന് ബോട്ടിൽ ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് അയൺ എന്ന് പറയുന്നത്. ഈ ഒരു കളർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, മാംഗനീസ് ഡയോക്സൈഡ് അല്ലെങ്കിൽ ഗ്ലാസ് മേക്കേഴ്സ് സോപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് ഗ്ലാസസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഗ്ലാസസ് മാത്രം നമ്മളിന്ന് നോക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സോഡ ലൈം ഗ്ലാസ് ആണ്. ഇത് നമുക്ക് സോഡ ആഷ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഇതൊരു എന്താണ്, സോഡ ലൈം സിലിക്കയുടെ ഒരു മിക്സർ ആണ് എന്ത്, സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. സോഡ ലൈം സിലിക്കയുടെ ഒരു മിക്സ്ചർ ആണ് സോഡ ലൈം ഗ്ലാസ്. ഇത് നമ്മുടെ വിൻഡോസിന്റെയും ഡോർസിലൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുക. വിൻഡോസിലും ഡോർസിലുമാണ് നമ്മൾ സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്യുക.
അടുത്തത് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ലെഡ് ഗ്ലാസ് എന്ന് പറയാം. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ലെഡ് ഗ്ലാസ് എന്ന് പറയാം. ഇതിനെ നമുക്ക് ഫ്ലിന്റ് ഗ്ലാസ് എന്നും പറയാം. എന്ത് പറയാം? ഫ്ലിന്റ് ഗ്ലാസ് എന്നും പറയാം. ഇതെന്ന് പറയുന്നത് സിലിക്കായുടെയും ലെഡിന്റെയും പൊട്ടാഷിന്റെ ഒരു മിക്സറാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്, സിലിക്ക ആൻഡ് ലെഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബൾബ്സിലും ഒപ്റ്റിക്കൽ ഗ്ലാസസ്, ഓർണമെന്റൽ വർക്ക്സിലും ലെൻസിനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഉപയോഗിക്കുക. ഇറ്റ് ഹാസ് ഹൈ ഷൈനിങ് അപ്പിയറൻസ്. നല്ല തിളക്കം, ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട് ആർക്ക്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൊട്ടാഷ് ലെഡ് ഗ്ലാസിന്. ഇനി അടുത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതൊരു സിലിക്ക, ഗ്ലാസ്, ബൊറാക്സ്, ലൈം, ഫെൽസ്പാർ അതിന്റെ ഒരു മിക്സറാണ്. ഇതിന്റെ സിലിക്ക, ഗ്ലാസ്, ബൊറാക്സ്, ലൈം, ഫെൽസ്പാർ അതിന്റെ ഒരു മിക്സറാണ് എന്ത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിന് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്. ലബോറട്ടറി എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ കുക്കിംഗ് യൂട്ടൻസിൽസിനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനാണ് നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ലബോറട്ടറി എക്യുപ്മെന്റ്സ് ആയിട്ടും കുക്കിംഗ് യൂട്ടൻസിൽസ് ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് ഗ്ലാസസ് ആണ്. സ്പെഷ്യൽ ടൈപ്സ്, വേറെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് ഗ്ലാസിനെ കുറിച്ച് നമ്മൾ ഇനി നോക്കാൻ പോകുന്നു. അടുത്തുള്ളത് പ്ലേറ്റ് ഗ്ലാസ്. പ്ലേറ്റ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഓർഡിനറി പർപ്പസിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പ്ലേറ്റ് ഗ്ലാസ്. അടുത്തത് വയേർഡ് ഗ്ലാസ്. വയേർഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, നമ്മൾ ഓർഡിനറി ഗ്ലാസിനെ കമ്പയർ ചെയ്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും വയേർഡ് ഗ്ലാസിന് ഉണ്ടാവുക. ഇത് എന്താണ്? ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഡോസിനും വിൻഡോസിനും റൂഫിനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ വയേർഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ ഫയർ റെസിസ്റ്റിംഗ് ഡോസ്, വിൻഡോസ്, സ്കൈലൈറ്റ്സ് ആൻഡ് റൂഫ്സ്. അടുത്തത് ഒബ്സ്കേർഡ് ഗ്ലാസ് ഓർ പാറ്റേൺ ഗ്ലാസ്. എന്ന് പറയുന്നത് എന്താണ്? ഒബ്സ്ട്രക്ട് വിഷൻ ബട്ട് ലൈറ്റ് അലൗഡ്. വിഷൻ ഒബ്സ്ട്രക്ട് ചെയ്യും, ലൈറ്റ് കടത്തിവിടുന്ന ടൈപ്പുള്ള ഗ്ലാസ് ആണ് പാറ്റേൺ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹീറ്റ് അബ്സോർബിംഗ് ഗ്ലാസസ്. ഹീറ്റ് അബ്സോർബിംഗ് ഗ്ലാസ് അത് കട്ട്സ് UV റേസ് ഓഫ് സൺ. എക്സാമ്പിൾ കരോലെക്സ്. ഇതെവിടെ ഉപയോഗിക്കുന്നത്? റെയിൽവേ കാരേജ്, ഫാക്ടറീസ്, ഹോസ്പിറ്റൽസ്, ഹെൽത്ത് ക്ലബ്, കിച്ചൺസ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത് റെയിൽവേ കാരേജസും ഫാക്ടറീസ്, ഹോസ്പിറ്റൽസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ യൂഷ്വൽ സ്പെക്ടക്കിൾസ്, കണ്ണാടികൾ ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഒപ്റ്റിക്കൽ ഗ്ലാസസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫോം ഗ്ലാസ്. ഫോം ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ AC, റെഫ്രിജറേറ്റർ പോലുള്ളവയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്ലാസസിന് നമ്മൾ എന്ത് പറയുക? ഫോം ഗ്ലാസ് എന്ന് പറയാം. അടുത്തതാണ് പെർഫറേറ്റഡ് ഗ്ലാസ്. പെർഫറേറ്റഡ് ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ ഉപയോഗിക്കുക? ടോയ്ലറ്റ് ഗ്ലാസസിന് നമ്മൾ പെർഫറേറ്റഡ് ഗ്ലാസ് ഉപയോഗിക്കുക. അടുത്തത് ഫൈബർ ഗ്ലാസ്. ഫൈബർ ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒപ്റ്റിക്കൽ വയേഴ്സ്. അടുത്ത് ലാമിനേറ്റഡ് ഗ്ലാസ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലാസ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചിങ് എ ലെയർ ഓഫ് celluloid sheet between 2 or 3 layers of sheet glass. നമ്മൾ എന്ത് ചെയ്യും? 1 അല്ലെങ്കിൽ 2 or 3 ഗ്ലാസ് ഷീറ്റിന്റെ ഇടയ്ക്ക് സെല്ലുലോയിഡ് ലെയേഴ്സ് സാൻഡ്വിച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് മാനുഫാക്ചർ ചെയ്യുക? ലാമിനേറ്റഡ് ഗ്ലാസസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് നമ്മുടെ വെഹിക്കിൾസിലാണ് യൂസ് ചെയ്യുക. ലാമിനേറ്റഡ് ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുക വെഹിക്കിൾസിലാണ്. അടുത്തത് ടൈപ്പ് എന്ന് പറയുന്നത് ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ്. അത് യൂസ് ചെയ്യുന്നത് ടിവിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ TV സ്ക്രീൻസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്ലാസസ് ആണ് ആൽക്കലി ബേരിയം സിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഹീറ്റ് ആൻഡ് സൗണ്ട് പ്രൂഫ് ഗ്ലാസ്.
2 or more glass plates are sandwiched by a tinned plastic inner layer. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 or 3 ഗ്ലാസ് പ്ലേറ്റ്സിന്റെ ഇടയ്ക്ക് എന്താണ് ടിൻഡ് പ്ലാസ്റ്റിക് ലെയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ടൈപ്പ് ഗ്ലാസസ് അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് സൗണ്ട് പ്രൂഫ് ഗ്ലാസസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ലെയർ നമ്മൾ മിഡിലിൽ വെക്കുന്ന പ്ലാസ്റ്റിക് ലെയറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മോർ സൗണ്ട് റെസിസ്റ്റന്റ് ആക്കാം. ഈ നമുക്ക് നടുക്ക് വയ്ക്കുന്ന അല്ലെങ്കിൽ സാൻഡ്വിച്ച് ചെയ്യുന്ന പ്ലാസ്റ്റിക് ലെയറിന്റെ തിക്നെസ് കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈപ്പ് ഗ്ലാസിനെ മോർ സൗണ്ട് പ്രൂഫ് ആക്കാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസസ് ആണ്. എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസസ്? ഇതിന്റെ അകത്ത് നമ്മൾ വിനൈൽ പ്ലാസ്റ്റിക് ആൻഡ് ഗ്ലാസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വിനൈൽ പ്ലാസ്റ്റിക്കും ഗ്ലാസസ് ലെയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസസ് പ്രിപ്പയർ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്ലാസ് ലെയേഴ്സും വിനൈൽ പ്ലാസ്റ്റിക് ലെയേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസസ് ഉണ്ടാക്കുന്നത്. ഇത് ബാങ്ക്സ്, ജുവലറി സ്റ്റോഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈപ്പ് ഗ്ലാസസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് അലുമിനോ സിലിക്കേറ്റ് ഗ്ലാസസ്. അലുമിനോ സിലിക്കേറ്റ് ഗ്ലാസസ് ഇതിന് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഗ്ലാസസിന് അറൌണ്ട് 750 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസസ് ആണ് അലുമിനോ സിലിക്കേറ്റ് ഗ്ലാസസ്. ഇത് ഹാലോജൻ ബൾബ് ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഗേജ് ഗ്ലാസസ് ഫോർ ഹൈ പ്രഷർ സ്റ്റീം ബോയിലേഴ്സ്. ഹൈ പ്രഷർ സ്റ്റീം ബോയിലേഴ്സിലെ ഗേജ് ഗ്ലാസസ് ആയിട്ടും അല്ലെങ്കിൽ ഹാലജൻ ടങ്സ്റ്റൺ ബൾബുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ടൈപ്പ് ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അലുമിനോ സിലിക്കേറ്റ് ഗ്ലാസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് ഗ്ലാസസിന്റെ പേരും അതിന്റെ യൂസസും നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്ലിന്റ് ഗ്ലാസ് അത് യൂസ് ചെയ്യുന്നത് ലെൻസസ്, ക്യാമറയിലെ ടെലസ്കോപ്പിലെ ലെൻസസിനാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് പൈറക്സ് ഗ്ലാസ്, അത് ലബോറട്ടറി എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോഡ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ക്രൗൺ ഗ്ലാസ് നമുക്ക് കണ്ണാടി ഐ ഗ്ലാസിന് വേണ്ടി ഉപയോഗിക്കാം. അടുത്ത് ക്രൂക്സ് ഗ്ലാസ്, അത് സൺഗ്ലാസും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ക്രൂക്ക് ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പൊട്ടാഷ് ഗ്ലാസ്. പൊട്ടാഷ് ഗ്ലാസ് നേരത്തെ പറഞ്ഞു, വെസൽസിനൊക്കെ യൂട്ടൻസിൽസ് ലബോറട്ടറി എക്യുപ്മെന്റ്സിനൊക്കെ വേണ്ടി നമ്മൾ പൊട്ടാഷ് ഗ്ലാസ് ഉപയോഗിക്കുക. അടുത്ത് ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസ്, അത് നമ്മുടെ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലാസ് വെയർസിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ലെഡ് ക്രിസ്റ്റൽ ഗ്ലാസസ് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.